കന്നിമാസത്തിൽ ചക്ക കിട്ടാന്ന് പറഞ്ഞ ഒരു അപൂർവമാണല്ലേ. അപ്പം ഞങ്ങളുടെ ആയുർജാക്കമ്മേ ചക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പം അന്ന് ചക്ക ഇടാനായിട്ട് പോവാണ്. അത് ഇടാനായിട്ടുള്ള കാരണം വേറെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ചേട്ടൻ കത്തിയും വടിവാളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചക്ക താഴെയാണ്, അതുകൊണ്ട് നമുക്ക് വലിയ റിസ്ക് ഒന്നുമില്ല, വേഗം തന്നെ മുറിച്ചെടുത്ത് പൊട്ടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ നല്ലോണം അതിൻ്റെ മുളഞ്ഞാനൊക്കെ നല്ലോണം പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചക്ക എന്താ മുറിക്കാനുള്ള കാരണം നോക്കാം. ഇതാണ് കാരണം. ചക്ക ശരിക്കും മൂത്തിട്ടില്ല, ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം. പക്ഷെ അതിൽ ചെറിയ അടിയിൽ ഭാഗത്ത് ഒരു ചെറിയ കേട് വന്നു. അപ്പോൾ 2-3 ദിവസമായി ഞാനത് കാണുന്നു. ഇനി അത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ചക്ക അത് ഒന്നുമില്ലാതായിട്ട് പോകും. അപ്പം മൂത്തിട്ടില്ലെങ്കിലും കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ചക്കുപ്പേരി ഈ സമയത്ത് കിട്ടുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ കഴിക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ നമുക്ക് ചക്കയുടെ സീസണൊന്നും അല്ലല്ലോ. അപ്പോൾ അത് മുറിക്കാനുള്ള പാട്ടിലാണ് ചേട്ടൻ. അപ്പോൾ അത് മുറിച്ചെടുത്ത് നമുക്ക് നോക്കാം ഉള്ളിൽ എങ്ങനെയുണ്ട്, അതിൻ്റെ കുരുഞ്ചോളൊക്കെ വേവാറായ പ്രായമായോ എന്നൊക്കെ നോക്കാനുള്ള ഒരു ആകാംക്ഷയാണ് കേട്ടോ കാണുന്നത്. ഏതാണ്ട് കുരുഞ്ചോളയൊന്നും മൂത്തിട്ടില്ല, ഇങ്ങനെ അതിൻ്റെ ഒരു പ്രായം ചെറുതിലൊരു പ്രായം വിട്ട് വരുന്ന പ്രായമായിട്ടുണ്ട്. കുരുഞ്ചോളിക്ക് ആയിട്ടുണ്ട്, എന്നാൽ അത്ര ചെറുതുമല്ല. ഇടിയൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞ് ഒരു ഇതും വലുതായിട്ടുണ്ട്. അപ്പോൾ ആ കേട് വന്ന ഭാഗത്ത് ഇനി എന്തെങ്കിലും കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഭാഗം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് നോക്കണത്. പക്ഷെ അധികം നമുക്ക് കിട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല, അധികം മൂത്തിട്ടില്ല. അതുകൊണ്ട് ഏതാണ്ട് കേടൊക്കെ ഒരു ദിവസം കയറി പോയിട്ടുണ്ടായിരുന്നു. അടിവശത്താണ് വന്നത് കേട്. അപ്പോൾ എന്തായാലും ഈ പാർട്സ് നമുക്ക് കിട്ടില്ല. ഇതുപോലെ നമുക്ക് ഉള്ളതൊക്കെ നമുക്ക് കുരുഞ്ചോളയൊക്കെ പറിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. 3 വിസിൽ അടിച്ചപ്പോഴേക്കും ചക്ക ഏതാണ്ട് വെന്തു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി കൂട്ടി കോമ്പിനേഷനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് കുഞ്ഞ മത്തി കിട്ടിയിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം മത്തി ഇടുക. ഒരു 5 മിനിറ്റ് അതിന് ശേഷം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മത്തിക്കറിയും ചക്ക ഉപ്പേരിയും കൂടിയായി നമ്മൾ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ വളരെ സ്പെഷ്യലല്ലേ നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ മത്തിക്കറിയൊക്കെ ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നമ്മൾ തീയൊന്ന് ഓഫ് ചെയ്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കൊക്കനട്ട് ഓയിലും കൂടി ഒന്ന് വെറുതെ അതിന് മുകളിലേക്ക് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ വളരെ സ്പെഷ്യലായിട്ടുണ്ട് നമുക്കല്ലേ. അപ്പോൾ നമുക്ക് ചക്ക കറി വെച്ചത് നമ്മുടെ നല്ല മൂത്ത ചക്കയുടെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും കളന്ന് തന്നെ ഇരിക്കുകയായിരുന്നു. എന്നാലും നമുക്കിപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് കറി കിട്ടുമ്പോൾ ചക്ക നമുക്കൊരു സ്പെഷ്യലാണല്ലോ അത്. അപ്പോൾ എന്തായാലും നമ്മുടെ മുളകും ഒക്കെ ഇട്ട് മൂപ്പിച്ചെടുത്തതിലേക്ക് ചക്കയിട്ട് തോരനാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മത്തിക്കറിയും കൂടി ഒഴിച്ച് വെച്ച് കൊടുത്താൽ നമുക്ക് അടിപൊളിയായിട്ട് ടേസ്റ്റ് ചെയ്ത് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ.